എല്ലാവർക്കും നമസ്കാരം. വണ്ടർ കാർഡമം ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ കർഷക സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഏലച്ചെടിയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ചില പ്രശ്നങ്ങളാണ് പിത്തിയവും ഫിസേറിയവും തട്ടമറിച്ചിൽ അഴുക തുടങ്ങിയ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിന് എന്താണ് ഒരു പരിഹാരം ചെയ്യേണ്ടതെന്ന് പല കർഷകരും നമ്മളെ നേരിട്ട് വിളിച്ച് ചോദിക്കാറുണ്ട്. നമ്മൾ അതിനുള്ള പ്രതിവിധിയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് കോളുകൾ നമുക്കിങ്ങനെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു എപ്പിസോഡ് ഇതിനുവേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ചില അറിവുകളാണ് ഇതിലൂടെ നൽകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള പിത്തിയം, തട്ടമറിച്ചിൽ, ഫിസേറിയം, അഴുകൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിഹാരം നൽകുന്ന ഒരു ഫംഗിസൈഡാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഫ്ലിക് സൂപ്പർ ഫംഗിസൈഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രതിവിധി നൽകുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഈ ഒരു ഫംഗിസൈഡ് ഏറ്റവും കൂടുതൽ ഇതിന് ഉപകാരപ്പെടും. ഈ ഒരു ബോട്ടിലെന്ന് പറയുന്നത് ഇത് 600 ഗ്രാമിൻ്റെ ബോട്ടിലാണ്. ഇത് പൊടി രൂപത്തിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ 600 ഗ്രാമിൻ്റെ ബോട്ടിലാണ്. ഇത് ശരിക്കും നമുക്ക് 200 ലിറ്റർ വെള്ളത്തിൽ 200 ഗ്രാം ചേർക്കാനായിട്ട് പറ്റും. 200 ലിറ്റർ വെള്ളത്തിൽ 200 ഗ്രാമാണ് ഇത് ചേർക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 600 ഗ്രാമിൻ്റെ ഈ ഒരു ബോട്ടിൽ കൊണ്ട് നമുക്ക് 3 ജാർ ഉപയോഗിക്കാനായിട്ട് പറ്റും. 200 200 200 എന്ന കണക്കിൽ മുഴുവൻ നമുക്ക് 600 ലിറ്റർ വെള്ളത്തിൽ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. മൊത്തത്തിൽ 3 ജാർ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫ്ലിക് സൂപ്പർ ഫംഗിസൈഡ് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര്. നമ്മുടെ ചേറ്റുകുഴിയിലുള്ള ഹോർട്ടി റിസർച്ച് സെൻറ്ററിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ചേറ്റുകുഴിയിൽ പ്രവർത്തിക്കുന്ന ഹോർട്ടി റിസർച്ച് സെൻറ്ററിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് മൂല്യവത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഒരു ഫ്ലിക് സൂപ്പർ ഫംഗിസൈഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു ചെടിയുടെ ചുവട്ടിൽ 3 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഏറ്റവും എളുപ്പകരമായ രീതിയിൽ ഇത് നമുക്ക് ഏലച്ചെടികളിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരു ചെടിയുടെ ചുവട്ടിൽ 3 മുതൽ 5 ലിറ്റർ വരെയാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അത്യുത്തമം. അതുപോലെ തന്നെ ചെറിയ കേടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. ഒത്തിരി കേടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചില ആശയങ്ങൾ എത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. അപ്പോൾ അടുത്ത ആഴ്ച വ്യത്യസ്തമായിട്ടൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ഇസ്മി ജെറിൻ പുത്തമ്പര ആൻഡ് സാബു വർഗീസ് സൈനിങ് ഓഫ് ഫ്രം വണ്ടർ കാർഡമം.